മ്യൂച്വൽ ഫണ്ട് വേണോ സ്റ്റോക്ക് മാർക്കറ്റ് വേണോ? പലർക്കുള്ളൊരു സംശയമാണിത്. നമുക്കിതിനൊരു സത്യസന്ധമായിട്ടുള്ളൊരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇഷ്ടമുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്തിട്ട് വാങ്ങാം. അത് എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ഏത് ഷെയർ വേണമെങ്കിലും വാങ്ങാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ നിങ്ങളാണ് മാസ്റ്റർ. എവറിത്തിങ് യു ആർ ഗോയിങ് ടു ഡിസൈഡ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് ആ പൈസ ഏൽപ്പിക്കും. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ ആ പൈസ എടുത്തിട്ട് ആ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫണ്ട് മാനേജർക്ക് ഇങ്ങനെ തോന്നിയ പോലെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പുള്ളിക്ക് ഫോളോ ചെയ്യണം. പക്ഷേ അയാൾ എന്തായാലും നിങ്ങൾക്കൊരു റിട്ടേൺ ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ പൈസ ഞാൻ ഒരാൾക്ക് ഏൽപ്പിക്കുന്നു, അപ്പോൾ എനിക്കുള്ള അത്ര റെസ്പോൺസിബിലിറ്റി ആ ഏൽപ്പിക്കുന്ന ആൾക്ക് ഉണ്ടാവണമെന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ടുള്ള ഡൗട്ടാണ്. നിങ്ങളുടെ പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഈ ഫണ്ട് മാനേജറിൻ്റെ ജോലി എന്താണ്? ബേസിക്കലി നിങ്ങളുടെ പൈസ എടുത്തിട്ട് റിട്ടേൺ ഉണ്ടാക്കുക, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അയാളെ ഫണ്ട് മാനേജർ സ്ഥാനത്ത് ഇരുത്തുമോ? അപ്പോൾ എന്തായാലും അയാൾ നിങ്ങൾക്കൊരു റിട്ടേൺ ഉണ്ടാക്കി തരും. റിട്ടേൺ ഉണ്ടാക്കി തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാളുടെ ജോലി തന്നെ പോകും. അതുകൊണ്ട് അയാൾ കൂടുതൽ റിസ്ക് ഒന്നും എടുക്കില്ല. ഒരു മോഡറേറ്റ് റിസ്കിൽ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് റിട്ടേൺ ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. കൂടുതൽ റിസ്ക് ഒന്നും എടുക്കില്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പണ്ട് മാഗിക്ക് ഉണ്ടായ പ്രശ്നം ഓർമ്മയുണ്ടോ? ഒരു സമയത്ത് മാഗിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലേ? മാഗിയിൽ ലെഡിൻ്റെ കണ്ടൻറ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാഗി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മാഗി. ആ ബാൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ പോട്ടെ. മാഗി ആരുടെ പ്രൊഡക്റ്റാണ്? നെസ്ലെ. നെസ്ലെ എന്ന് പറഞ്ഞാൽ വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ് മാഗി. അപ്പോൾ മാഗിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പം ഒബ്വിയസ്ലി നെസ്ലേൻ്റെ ഷെയർ പ്രൈസ് എന്താവും? താഴോട്ടേക്ക് പോകും. അന്നേരം ഏകദേശം ഒരു 6800 എങ്ങനെയായിരുന്നു നെസ്ലേൻ്റെ ഷെയർ പ്രൈസ്. മാഗി ബാൻ ചെയ്ത സമയത്ത് ഈ നെസ്ലേൻ്റെ ഷെയർ പ്രൈസ് 5000 പോയി. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം മാഗി തിരിച്ചു വന്നു, അല്ലേ? ആ സമയത്ത് നെസ്ലേൻ്റെ ആഡ് ക്യാമ്പയിനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതല്ലേ, മാഗി തിരിച്ചു വന്നു. അന്നേരം എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, മാഗി തിരിച്ചു വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നെസ്ലേൻ്റെ ഷെയർ പ്രൈസ് കൂടി 5000 നിന്ന് ഏകദേശം 7000 റേഞ്ചിലോട്ട് ഷെയർ പ്രൈസ് എത്തി. ഇന്ന് നെസ്ലേൻ്റെ ഷെയർ പ്രൈസ് എത്രയാണെന്നറിയോ? 13,000 ചില്ലറ. ആ റേഞ്ചിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 13,495 രൂപയാണ് നെസ്ലേൻ്റെ ഷെയർ പ്രൈസ്. 5000 അന്ന് ഷെയർ വാങ്ങിയ ആൾക്കാർക്ക് ഇപ്പം എന്താണ്? ജാക്ക് പോട്ടാണ്, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ റിസ്ക്കാണ്. അന്നേരം കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ പോയിട്ട് ഈ ഷെയർ വാങ്ങി. പക്ഷേ അത് വലിയൊരു റിസ്ക്കാണ്. ഈ മാഗി തിരിച്ചു വരുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നെസ്ലെ എന്ന് പറയുന്നത് വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇൻറ്റഗ്രിറ്റിയാണ് മാഗി ബാൻ ചെയ്ത സമയത്ത് മാഗിയിൽ ലെഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി അങ്ങനെ കയ്യും കെട്ടിയും മിണ്ടാണ്ടിരിക്കില്ല. അവർ എന്തെങ്കിലും മെഷേഴ്സ് കൊണ്ടുവരും അവരുടെ ഇൻറ്റഗ്രിറ്റി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വലിയ കമ്പനീസിൻ്റെ ഗുണം അതാണ്. അന്നേരം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എടുത്ത ആ റിസ്ക്, ആ മാഗീൻ്റെ കേസിലെടുത്ത റിസ്ക് ഈ മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ട് മാനേജേഴ്സിന് എടുക്കാൻ പറ്റില്ല. കാരണം മാഗി തിരിച്ചു വരുന്ന ഒരു ഉറപ്പില്ല. പിന്നെ അവർക്ക് ആ മാർക്കറ്റിൻ്റെ ഓളത്തിനനുസരിച്ച് മൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാണ്ട് അവർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവരെ ആൻസർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞ ആളുടെ ശമ്പളം എത്രയാണെന്നറിയോ? അയാളുടെ വാർഷിക വരുമാനം കോടികളായിരിക്കും. അപ്പം ഒരു റിട്ടേൺ ആക്കിയിട്ടില്ലെങ്കിൽ അയാളുടെ ജോലി തന്നെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അയാൾ എന്താക്കും? ഒരു തരത്തിലുള്ള റിസ്ക് കൊടുക്കില്ല. ഒരു കുറച്ച് റിസ്ക് എടുത്തിട്ട് കുറച്ച് റിട്ടേൺ, ആവറേജ് റിട്ടേൺ, മോഡറേറ്റ് റിട്ടേൺ. അയാളുടെ എയിം എന്താണ്? നിങ്ങളുടെ പൈസ എടുത്ത് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി തരണം എന്നല്ല. അയാളുടെ കോടി രൂപ വരുമാനമുള്ള ജോലി നിലനിർത്തി നിങ്ങൾക്കൊരു ആവറേജ് റിട്ടേൺ ഉണ്ടാക്കി തരണം എന്ന് മാത്രമാണ് അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് ഒരുപാട് നിങ്ങൾ റിട്ടേൺസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു 12 to 15% ആവറേജ് റിട്ടേൺ മാത്രമേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ 12 to 15% എന്ന് പറയുന്നത് ഒരു ചെറിയ റിട്ടേൺ അല്ല. കാരണം നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? FD, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് സ്കീംസ്, ഇതൊക്കെയാണ്. അപ്പം അതിനൊന്നും ഒരിക്കലും 12 to 15% ഒന്നും ഇൻട്രസ്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് സമയമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും, സ്റ്റോക്കൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ നമുക്കൊന്നും ഇപ്പോൾ ജീവിക്കാൻ തന്നെ സമയമില്ല. അതിൻ്റെ ഇടയിലാണ് സ്റ്റോക്ക് പഠിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ ബെറ്റർ ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ടിൽ എന്തായാലും ഒരു ആവറേജ് റിട്ടേൺ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വലിയൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, റിട്ടേൺ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ലോങ് ടേം
കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ലോങ് ടേമിൽ ചിന്തിക്കുക, ഷോർട്ട് ടേമിൽ ചിന്തിക്കരുത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു 100 രൂപ ഇട്ടിട്ട് നാളെ തന്നെ ഒരു 1000 രൂപ കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പൈസ ഉണ്ടാക്കാൻ പറ്റാത്തതല്ല നമ്മുടെ പ്രശ്നം. നമുക്കുള്ള പൈസ ഗ്രോ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഉള്ള പൈസേനെ കൊണ്ട് ഒരു സമ്പത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതിന് നമ്മൾക്ക് ക്ഷമ വേണം. എപ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചിന്തിക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.